ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നുണ്ട്. രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് രാഷ്ട്രപതി ഭവൻ. പമ്പയിൽ നിന്ന് ജീപ്പിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുക. ഇതിനുള്ള രാഷ്ട്രപതി ഭവന്റെ നിർദ്ദേശപ്രകാരമുള്ള തയ്യാറെടുപ്പുകളൊക്കെയും തുടങ്ങിയിരിക്കുന്നു. 22-ാം തീയതി പമ്പ സ്നാനം നടത്തും. അതിനുശേഷം കെട്ട് നിറച്ചതിന് ശേഷം ജീപ്പിലാണ് രാഷ്ട്രപതി മല കയറുക. ഉച്ചയ്ക്ക് ദർശനം നടത്തും. ആ തരത്തിലാണ് സമയക്രമം ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ നിർണയിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ വിഭാഗത്തിനും പോലീസിനുമൊക്കെ ആ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് മലയിറങ്ങി തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രപതി മടങ്ങും. ശബരിമലയിൽ ആദ്യമായി രാജ്യത്തിന്റെ രാഷ്ട്രപതി ദർശനത്തിനെത്തുകയാണ്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22-നാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത്. കന്നിമലയാണ്. നവംബർ 21-ന് വൈകിട്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും. 22-ാം തീയതി രാവിലെ 10:20-ന് ഹെലികോപ്റ്ററിലാണ് തിരുവനന്തപുരത്ത് നിന്ന് നിലയ്ക്കലിലെത്തുന്നത്. നിലയ്ക്കൽ നിന്ന് കാർ മാർഗമാണ് പമ്പയിലേക്ക് എത്തുന്നത്. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ മരാമത്ത് കോംപ്ലക്സിലെത്തി അവിടെ വിശ്രമിക്കും. അതിനുശേഷം രാഷ്ട്രപതി ഭവന്റെ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരമാണെങ്കിൽ പമ്പ സ്നാനത്തിനും ആലോചിക്കുന്നുണ്ട്. അതായത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മലകയറ്റത്തിനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നത്. രാഷ്ട്രപതി കാൽനടയായല്ല മല കയറുന്നത്. ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നത്. രാഷ്ട്രപതിയുടെ ജീപ്പിനുള്ളിൽ 4 പേർ കൂടി ഉണ്ടാകും. ഇതിന് പുറമെ മുന്നിലും പിന്നിലുമുള്ള ജീപ്പുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും, മെഡിക്കൽ ടീമുണ്ടാകും. ഈ പമ്പയിൽ നിന്ന് യാത്ര തിരിക്കുന്ന രാഷ്ട്രപതിയുടെ സംഘം ഈ ട്രാക്ടറെല്ലാം ഇപ്പോൾ പോകുന്ന ചന്ദ്രാനന്തർ റോഡിലൂടെയാണ് സന്നിധാനത്തേക്ക് എത്തുക. സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തുന്നത് 12 മണിക്കാണ്. രാഷ്ട്രപതി അയ്യപ്പ ദർശനം നടത്തുന്നത് 12:20-നാണ്. അയ്യപ്പ ദർശനം നടത്തുന്നു. അതിനുശേഷം രാഷ്ട്രപതി നേരെ സന്നിധാനത്ത് തന്നെയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക്, ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്ക് കാൽനടയായി അവിടെ എത്തുന്നത്. അവിടെ വിശ്രമിക്കും രാഷ്ട്രപതി. അതിനുശേഷം രാഷ്ട്രപതി വിശ്രമത്തിന് ശേഷം മലയിറങ്ങും. മലയിറങ്ങുന്നത് ഈ ജീപ്പിൽ തന്നെയാണ്, കാൽനടയായല്ല. വൈകിട്ട് 3:15-ഓടെ രാഷ്ട്രപതി പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ നിന്ന് കാർ മാർഗമാണ് നിലയ്ക്കലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. രാഷ്ട്രപതിയുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്ലൂ ബുക്ക് പ്രകാരമുള്ള സുരക്ഷയാണ് രാഷ്ട്രപതിക്ക്. ഏതായാലും രാഷ്ട്രപതി ജീപ്പിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുന്നത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ റിഹേഴ്സലെല്ലാം പോലീസ് നടത്താൻ പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി അതിനുള്ള അനുമതികൾക്കായി ഹൈക്കോടതിയെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മറ്റു ഭക്തർക്കുള്ള ദർശനം 20-ാം തീയതി വരെ മാത്രമേ ഉണ്ടാകൂ. 21, 22 തീയതികളിൽ ബുക്കിംഗ് സ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസവും അതിന് തലേ ദിവസവും അവിടെ പൂർണ്ണമായും സുരക്ഷാ വിഭാഗത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ നിയന്ത്രണവും. ഏതായാലും രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുമ്പോൾ രാജ്യമാകെ ഉറ്റുനോക്കുകയാണ് ശബരിമലയിലെ സാഹചര്യം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.